പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെയായി ഇപ്പോൾ CPM-നകത്ത് ഒരു കത്തുണ്ടാക്കിയ വിപ്ലവം. ആകെ മൊത്തം ചീഞ്ഞ വിഷയങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം കൂടി എവിടെ ചെന്ന് ചേരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി ഈ കത്ത് ഭൂതത്തെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ടത് ആരാണ് എന്ന് അറിയണ്ടേ? CPM-ന്റെ UK ഘടകം ഭാരവാഹി, സൈബറിടങ്ങളിൽ CPM-ന്റെ മുന്നണി പോരാളി, വ്യവസായി. ഇതാണ് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് ആമുഖമായി പരിചയപ്പെടുത്തേണ്ടത്. ഇത്രനാൾ CPM-ന്റെ സൈബർ നാവായിരുന്നു രാജേഷ് കൃഷ്ണ എങ്കിൽ ഇന്ന് CPM-നെ പടുകുഴിയിൽ ചാടിച്ച അവതാരമായി മാറിയിരിക്കുകയാണ് രാജേഷ് കൃഷ്ണ. ആരാണ് രാജേഷ് കൃഷ്ണ എന്ന അന്വേഷണം ചെന്നെത്തുന്നത് പഴയ ഒരു SFI-കാരനിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ വാരിയാപുരത്തെ ഒരു സാധാരണ SFI പ്രവർത്തകനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വളർച്ച. ഇന്ന് വ്യവസായിയാണ്. CPM-ന്റെ UK ഘടകം നേതാവാണ്. CPM അനുകൂല ചാനലിൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകനായിരുന്നു. ലണ്ടനിൽ വ്യവസായിയായ രാജേഷ് പുഴു, ഇന്ത്യക്കാക്കൊരു പ്രേമോണ്ടാർന്ന് തുടങ്ങിയ സിനിമകളുടെ നിർമ്മാണ പങ്കാളി എന്ന നിലയിലും ശ്രദ്ധേയനാണ്. മുൻപ് പാർട്ടി വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ വിവാദത്തിലായ യൂട്യൂബ് ചാനൽ ഉടമയെ മർദ്ദിച്ചുകൊണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ സമ്മേളന പ്രതിനിധിയായി എത്തിയപ്പോഴും രാജേഷ് വാർത്താ താരമായിട്ടുണ്ട്. UK-യിലെ CPM അനുകൂല സംഘടനയായ AIC-യെ പ്രതിനിധീകരിച്ചാണ് രാജേഷ് പാർട്ടി കോൺഗ്രസിൽ എത്തിയത് എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ. സംഭവം വിവാദമാകുകയും പരാതി ഉയരുകയും ചെയ്തതോടെ പാർട്ടി ഇടപെട്ട് തന്നെ രാജേഷിനെ തിരിച്ചയച്ചു. ഒരർത്ഥത്തിൽ പാർട്ടിയുടെ രക്തമൂറ്റി കുടിച്ചു വളർന്ന ഒരാൾ എന്ന വിശേഷണമാകും രാജേഷിന് ചേരുക. അതിനൊരു കാരണമുണ്ട്. പാർട്ടിയുമായും പാർട്ടി നേതാക്കളുമായും രാജേഷിന് അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധം പലപ്പോഴും രാജേഷ് ദുരുപയോഗം ചെയ്തിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം രാജേഷ് സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ലോക കേരള സഭാംഗം എന്ന പദവി പോലും രാജേഷ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നത് രസകരമായ കാര്യമാണ്. ലോക കേരള സഭാംഗങ്ങളായ പലരും MLA-മാർക്ക് തത്തുല്യമായ പദവിയാണ് തങ്ങൾക്ക് എന്ന തരത്തിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ പിന്നെ രാജേഷ് കൃഷ്ണയെ പോലെ ഒരാൾ അത് ദുരുപയോഗം ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. അതായത് പാർട്ടിയെ ഊറ്റിക്കുടിച്ചു വളർന്ന രണ്ടുപേർ ചേർന്ന് ഇപ്പോൾ പാർട്ടിയെ ഇങ്ങനെയൊരു പുലിവാലിൽ പെടുത്തിയെന്നത് വളരെ രസകരമായ കാര്യം തന്നെയാണ്. ഇനി എന്താണ് ഇപ്പോൾ CPM-നെ കുരുക്കിൽ ചാടിച്ച കത്ത് വിവാദം എന്ന് കാണാം. മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെതിരായ മാധ്യമ വാർത്തകൾ അവമതിപ്പുണ്ടാക്കി എന്ന് കാട്ടി ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് നൽകിയ മാനനഷ്ട ഹർജിയാണ് ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ആധാരം. ഈ മാനനഷ്ട കേസിന് തെളിവായാണ് വ്യവസായിയും പാർട്ടി അനുഭാവിയുമായ മുഹമ്മദ് ഷർഷാദ് രാജേഷിനെതിരെ CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ഹാജരാക്കിയത്. ഷർഷാദ് PB അംഗം അശോക് ധാവളേക്ക് നൽകിയ കത്താണ് ഹാജരാക്കിയത്. ഈ കത്ത് എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ച വിവാദമാണ് ഇപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. കത്ത് തള്ളാനും കൊള്ളാനും CPM-ന് സാധിക്കില്ല. അതോടൊപ്പം പാർട്ടിക്കൊപ്പം വളർന്ന വ്യവസായികളായ രാജേഷിനെയും ഷർഷാദിനെയും തള്ളാനും പാർട്ടിക്ക് പറ്റുന്നില്ല. ചുരുക്കത്തിൽ ചെകുത്താനും കടലിനും നടുക്കാണ് CPM ഇപ്പോൾ. CPM-ലെ പ്രധാന നേതാക്കൾക്ക് മേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കത്ത് രാജേഷിന്റെ സുഹൃത്തും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനുമായ ശ്യാംജിത്താണ് ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നതോടെ CPM നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായി. തികഞ്ഞ അസംബന്ധമെന്നായിരുന്നു വിവാദങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി മുതൽ സാമ്പത്തിക തിരിമറി വരെയുള്ള ആരോപണങ്ങൾ കത്തിലുണ്ട്. രാജേഷുമായി അടുത്തു പ്രവർത്തിച്ചതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് ഷർഷാദ് ഇക്കാര്യങ്ങളെല്ലാം കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. CPM നേതാക്കളും മന്ത്രിമാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കൂടി കത്തിലുണ്ട് എന്നറിയുമ്പോഴാണ് CPM അകപ്പെട്ടിട്ടുള്ള കുരുക്ക് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണ് എന്ന തരത്തിലും ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്തായാലും കത്തിനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. പിണറായി വിജയൻ പണ്ട് അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞതുപോലെ ചില അവതാരങ്ങൾ പാർട്ടിക്ക് തലവേദനയാകുകയാണ്. ഇതോടൊപ്പം രാജേഷിന്റെ വക്കാലത്തേറ്റെടുത്തിട്ടുള്ള അഭിഭാഷകനും വിവാദത്തിലാകും. ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേന കോടതിയെ സമീപിച്ചതാണ് രാജേഷിന്റെ വക്കാലത്തും വിവാദമാകാൻ കാരണം.